വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയതായി പരാതി. തിരുവനന്തപുരം വർക്കല സ്വദേശി സജീവ് ഗോപാലനും ഭാര്യ ദീപയും ഉൾപ്പെടെ 4 പേർക്കെതിരെ ഞെക്കാട് സ്വദേശിയായ പെൺകുട്ടിയാണ് പരാതി നൽകിയത്. തൊഴിൽ വിസയ്ക്കായി വീടും സ്ഥലവും പണയപ്പെടുത്തിയ കുടുംബം ഇന്ന് ജപ്തി ഭീഷണിയിലാണ്. പോലീസിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പെൺകുട്ടി ആരോപിച്ചു. UK-യിൽ സ്റ്റുഡന്റ് വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞാണ് വർക്കല സ്വദേശികളായ സജീവ് ഗോപാലൻ, ഭാര്യ ദീപ, ബൈഷി എന്നിവർ പെൺകുട്ടിയെ സമീപിച്ചത്. ഇവരുടെ നിർദ്ദേശപ്രകാരം 7 സെന്റ് സ്ഥലവും വീടും സ്വന്തം ആൾജാമ്യത്തിൽ വർക്കല കേരള ബാങ്കിൽ പണയപ്പെടുത്തി. എന്നാൽ പണമോ വിസയോ പിന്നെ ലഭിച്ചില്ല. ലോൺ ശരിയായതിനു ശേഷം പിന്നെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ എടുക്കില്ല. അപ്പോൾ എന്തായാലും ഫണ്ട് അവിടെ തന്നെ, വിസ അടിച്ചിട്ടില്ല, ഫണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ പ്രമാണം എടുത്തു തരാൻ പറഞ്ഞു. കേരള ബാങ്കാണ് വർക്കല മൈതാനത്തിരിക്കുന്നത്. ഞാൻ അവിടെ പോയി മാനേജറെ കണ്ടു. മാനേജർ എന്നെ കണ്ട പാടെ ചോദിച്ചത്, മോള് UK നിന്ന് വന്നു എന്നാണ് ചോദിച്ചത്. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞേക്കുന്നത് എനിക്ക് പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് അയാൾ സാങ്ഷൻ ചെയ്ത് കൊടുത്തത് അദ്ദേഹം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, 1-ാം തീയതി ലോണ് ശരിയായി, മോളുടെ നിസ്സഹായ അവസ്ഥ കാരണം ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് ബാങ്കിൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല, പക്ഷേ നീ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായ കാരണം പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു 2-ാം തീയതി അയാൾ 9 ലക്ഷം രൂപ അതിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. കബളിപ്പിക്കപ്പെട്ടതോടെ വർക്കല പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. 4 പേർക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം നിലച്ചു. ഇതോടെ പണം തിരിച്ചുപിടിക്കാൻ ബാങ്കും നടപടി തുടങ്ങി. സ്റ്റേഷനിൽ ചെന്നപ്പോൾ സജീവ് ഗോപാലൻ അവിടെ കസേരയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് പരാതിയുമായിട്ട് പോയത് ഞാൻ, പറ്റിക്കപ്പെട്ടത് ഞാൻ, വഞ്ചിക്കപ്പെട്ടത് ഞാൻ. പക്ഷേ അയാൾക്കാണ് ട്രീറ്റ്മെൻറ്റ് ഫുള്ള്. അയാളെ ഇരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് സാറിനോട് പറയുമ്പോൾ ആൾ ടേബിളിലൊക്കെ അടിച്ചിട്ട്, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആൾ ടേബിളൊക്കെ എൻ്റെ അടുത്ത് ബാ തുറക്കാൻ സമ്മതിക്കില്ല. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചോദിച്ചിട്ടാണോ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തത്? ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് ഇവർ നമ്മുടെ മുന്നിലൊക്കെ നെളിഞ്ഞു നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇതിപ്പോൾ ജപ്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അമ്മയാണ്. അപ്പോൾ ആ അമ്മയും കൊണ്ട് ഞാൻ എവിടെ പോവും? സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ വീട്ടു ജോലി ചെയ്തതാണ്, ഇതിലെ വളർത്തി പഠിപ്പിച്ച്. ആ ഒരു സങ്കടം എനിക്ക്. ഇത് കൈവിട്ടു പോയാൽ ഞങ്ങൾക്ക് വേറെ ഒരു ഗതിയില്ല. ഞങ്ങൾക്കിത് കൂടിയേ തീരും. തട്ടിച്ച പണം തിരികെ ലഭിക്കാതെ വന്നാൽ ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ അമ്മയും മകളും. 24 തിരുവനന്തപുരം.